അവരെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം ചെലവഴിപ്പിക്കുക. സമയം പൂർണ്ണമായും ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പോലെ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക. അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. വൈകുന്നേരം വന്നാൽ കഥ തുടങ്ങാൻ തീരുമോ? വൈകുന്നേരം 7ാമത്തെ പീരീഡ് കാലിന് മുള്ള നിറച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ തുടങ്ങും. എപ്പം തുടങ്ങും? രാവിലെ ഞാൻ സ്കൂളിലെത്തിയ സമയം മുതൽ ഇങ്ങോട്ടിൽ തുടങ്ങും. നമ്മളെന്ത് ചെയ്യുന്നേരം? മോളെ ലാസ്റ്റ് എന്തായി എന്നിട്ട് നമുക്ക് ക്ലൈമാക്സ് അറിയുണ്ട് അല്ലേ? ലാസ്റ്റ് എന്തായി? എന്നെ ആബിദ ടച്ചിട്ട് സംഗതി വളരെ അങ്ങോട്ട് കൊടുത്തത് അത് അവസാനം പറയും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉടനെ ഈ കുഞ്ഞിനോട് വിശദീകരണം വേണ്ട, മതി നിർത്ത്. ലാസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇങ്ങനെ 100 കൂട്ടം പണിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികൾ അകലുമ്പോൾ മതിപ്പിന്റെ മാർക്ക് കുറയുന്നു. കുട്ടി നമ്മളോട് ടാറ്റ ബൈ ബൈ. ഉമ്മാക്ക് ഉമ്മാന്റെ തിരക്കുള്ള ലോകം, എനിക്ക് എൻ്റെതായ ചെറിയ ലോകം. ഒരിക്കലും അങ്ങനെ പറഞ്ഞു മാറ്റി നിർത്തരുത്. കുട്ടികൾക്ക് വേണ്ടി സമയം അവരെ കേൾക്കാൻ പഴയ പോലെ കൂട്ടുകുടുംബമില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കേട്ടില്ലെങ്കിൽ പഴയ കാലത്ത് കേൾക്കാൻ ഉപ്പുപ്പ, ഉമ്മമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂക്ലിയർ ഫാമിലിയിൽ അണുകുടുംബത്തിൽ നിങ്ങളാണ് കുട്ടിയുടെ ഉമ്മ, നിങ്ങളാണ് കുട്ടിയുടെ ഉമ്മമ്മ, നിങ്ങളാണ് ആന്റി, എല്ലാം നിങ്ങളാണ്.